ഹായ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴയെക്കുറിച്ചാണ്. പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന ആ ഒരു മൂലകങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അമ്ലമഴയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. 8ാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. ഒരു രണ്ട് ഭാഗങ്ങളായിട്ട്, രണ്ട് ബോക്സുകളായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രസ്താവന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പഠിക്കാം. ഓക്കെ. അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളത്തിൽ കൂടെ ആസിഡിന്റെ കണ്ടന്റ് വരുന്നു, അല്ലെങ്കിൽ കുറച്ച് അസിഡിക് ആണ് ആ മഴവെള്ളം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെ? ആസിഡ് റെയിൻ, ആസിഡിന്റെ കണ്ടന്റോട് കൂടി, അമ്ല ഗുണത്തോടു കൂടി മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് വിളിക്കാം. ഓക്കെ, നോക്കിക്കോണേ. ആദ്യം തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അമ്ലമഴയ്ക്ക് കാരണമാകുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ സംയുക്തങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളപ്പോഴാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? നോക്കിയോ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് മുതലായ കാര്യങ്ങൾ അമ്ലമഴയ്ക്ക് കാരണമാവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡുമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, SO2, NO2. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രത്യേകതകളൊന്ന് നോക്കാമേ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുമ്പം ഇതിനകത്ത് ഈ കാർബണും സൾഫറും നൈട്രജനും എല്ലാം തന്നെ അലോഹങ്ങളല്ലേ? ഇവരെല്ലാവരും അലോഹങ്ങളല്ലേ? അലോഹങ്ങളാണ്. ഇവർ മൂന്നുപേരും അലോഹങ്ങളാണ്, അല്ലേ? ഈ അലോഹങ്ങൾ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നപ്പോഴല്ലേ ഈ പറയുന്ന സംയുക്തങ്ങൾ ഉണ്ടായത്? കാർബൺ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. സൾഫർ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നപ്പം സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടായി. നൈട്രജൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നപ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പൊ ഇതെല്ലാം അലോഹത്തിന്റെ ഓക്സൈഡുകളാണ്, അല്ലെ? അലോഹങ്ങളുടെ ഓക്സൈഡുകളാണ്. ഈ അലോഹങ്ങളുടെ ഓക്സൈഡ് എഴുതിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്, അലോഹത്തിന്റെ ഓക്സൈഡുകളാണ്. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. പൊതുവെ അലോഹത്തിന്റെ ഓക്സൈഡുകൾ ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ എന്ത് സ്വഭാവം കാണിക്കുന്നു? അസിഡിക് സ്വഭാവം കാണിക്കുന്നു. അതെന്താന്ന് പറഞ്ഞുതരാം, നോക്കോ. ഇപ്പൊ ഈ അലോഹത്തിന്റെ ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെ? ഇത് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു. മഴ പെയ്യുന്ന സമയത്ത് വെള്ളമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാമോ? അവിടെ ഉണ്ടാകുന്ന സാധനം H2CO3 ആണ്. H2CO3 എന്താണ്? H2CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബോണിക് ആസിഡ് ആണ്. H2CO3 എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ്, H2CO3 കാർബോണിക് ആസിഡ്. ഇനി അടുത്ത് SO2വും വെള്ളവും കൂടെ ചേർന്നാൽ എന്ത് സംഭവിക്കും? SO2വും വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ H2SO3 എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ടാകും. അതിനെ നമ്മൾ സൾഫ്യൂറസ് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. സൾഫ്യൂരിക് അല്ല. H2SO4 വരുമ്പം അത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. H2SO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൾഫ്യൂറസ് ആസിഡ് ആണ്. സൾഫ്യൂറസ് ആസിഡ്. ഓക്കെ, ശരി. ഇനി അടുത്ത് NO2വും വെള്ളവും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും എന്നറിയാമോ? NO2വും വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. HNO3 ആയിട്ട് മാറും. നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അന്തരീക്ഷത്തിൽ അലോഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൾഫർ, കാർബൺ, നൈട്രജൻ പോലത്തെ അലോഹങ്ങൾ നമുക്കുണ്ട്. ഈ അലോഹങ്ങൾ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് അലോഹത്തിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ അലോഹ ഓക്സൈഡുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നുള്ള പുക, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത്, അങ്ങനെ ഫാക്ടറീസിൽ നിന്നാണ് പ്രധാനമായിട്ടും. ഇതിൽ നിന്നൊക്കെ ഈ നമ്മുടെ ഒരുപാട് വ്യവസായങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി പുകയൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡും ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. ഇത് പുറത്തേക്ക് വന്നിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മഴവെള്ളത്തിൽ ലയിച്ചുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? താഴേക്ക് വരുന്നത്. അപ്പൊ മഴവെള്ളത്തിൽ ഇത് ലയിക്കുമ്പോഴത്തേക്കും അവിടെ ആസിഡ് സ്വഭാവമുള്ള വസ്തുക്കളായിട്ട് മാറുന്നു. അപ്പൊ ആസിഡ് ആയിട്ടായിരിക്കും അതിനകത്ത് ആ മഴവെള്ളം താഴോട്ട് വരുമ്പോൾ ആസിഡിന്റെ കണ്ടന്റോട് കൂടിയാണ് താഴേക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമ്ലമഴ എന്ന് പറയുന്നത്. ഇതിനെയാണ് അമ്ലമഴ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞു പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഫാക്ടറിയും ധാരാളം മോട്ടോർ വാഹനങ്ങളുള്ള സമയത്ത് അതിനകത്തുനിന്ന് കാർബൺ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കാർബൺ പുറത്തേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയും അവിടെ ആ ഒരു അസിഡിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നു. താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്.
അത്തരം മേഖലകളിൽ SO2, NO2 പോലുള്ള വാതകങ്ങൾ ധാരാളമായി അന്തരീക്ഷ വായുവിൽ എത്തിച്ചേരുന്നു. ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളായി ഭൂമിയിൽ എത്തുന്നു. ഇതിനെയാണ് നമ്മൾ അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പുക പലതരത്തിൽപ്പെട്ട വാഹനങ്ങളിൽ നിന്നും അതേപോലെ ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ NO2 ഉണ്ടാവുന്നു, SO2 ഉണ്ടാവുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് ഒരുപാട് കത്തിക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതെല്ലാം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ മിക്സായി അങ്ങനെ നിൽക്കുകയായിരിക്കും. മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വെള്ളം വേപ്പറായിട്ട് മേളിലോട്ട് പോകുന്നു, തിരിച്ചത് മഴയായിട്ട് പെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആസിഡുകളെല്ലാം താഴേക്ക് വരുന്നു. ഇവിടെ SO3 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ SO2 നമ്മൾ പറഞ്ഞില്ലേ, ഇത് SO3യും H2Oയും കൂടെ ചേർന്നിട്ടാണ് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അത് H2SO4 ആയിട്ട് മാറും. ഓക്കെ, ഈ SO2 വീണ്ടും ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് SO2 ഉണ്ടായില്ലേ, ഈ SO2 പിന്നെയും ഓക്സിജനായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ SO3 ഉണ്ടാകും. സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടാകും. ഈ സൾഫർ ട്രൈ ഓക്സൈഡ് വീണ്ടും വെള്ളമായിട്ട് ചേരുകയാണെങ്കിൽ എന്തുണ്ടാകും? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. H2SO4 അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് അവിടെ ഉണ്ടാകും. മനസ്സിലായി? അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന SO3യും താഴേക്ക് വരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് വരുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. സൾഫ്യൂരിക് ആസിഡും സൾഫ്യൂറസ് ആസിഡും നൈട്രിക് ആസിഡും കാർബോണിക് ആസിഡും എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ മഴ പെയ്യുന്ന സമയത്ത് താഴേക്ക് വരുന്നു. ഇതാണ് അമ്ലമഴ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ കുറച്ച് ദൂഷ്യഫലങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അമ്ലമഴ ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള സസ്യങ്ങളുടെ കഴിവ് കുറയുന്നു. അപ്പൊ ഇതൊക്കെ പ്രസ്താവന മോഡലായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അമ്ലമഴ നമ്മുടെ സസ്യങ്ങളുടെ ഇലകളെ നശിപ്പിക്കും. അങ്ങനെ ഇലകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല. ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യില്ല. ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഫുഡ് ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ്, അല്ലെ? അപ്പൊ അമ്ലമഴ ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആ ഒരു അന്നജത്തെ നിർമ്മിക്കാൻ, ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രകൃതിയുടെ താളം തെറ്റും. അമ്ലമഴ മൂലം ജലസ്രോതസ്സുകളിൽ അസിഡിറ്റി കൂടുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകും. ഓക്കെ, അപ്പൊ ഈ അമ്ലമഴ ജലാശയങ്ങളിലേക്ക് ആ ഒരു മഴവെള്ളം ഒലിച്ചിറങ്ങുമ്പം അതിനകത്ത് ആസിഡിന്റെ കണ്ടന്റ് ഇല്ലേ, അപ്പം ഈ ജലാശയത്തിലുള്ള അസിഡിറ്റി കൂടും. അങ്ങനെ അസിഡിറ്റി കൂടി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അവിടുത്തെ മീനുകളും പവിഴപ്പുറ്റുകളും എല്ലാം എന്ത് ചെയ്യും? അതൊക്കെ നശിച്ച് പോകും. ഇനി അമ്ലം മണ്ണിലെ ലവണങ്ങളുമായും ലോഹധാതുക്കളുമായും പ്രവർത്തിക്കുന്നു. അമ്ലം മണ്ണിലെ ലവണങ്ങളുമായും ലോഹധാതുക്കളുമായിട്ടും പ്രവർത്തിക്കുന്നു. നമ്മുടെ മണ്ണിന്റെ ഘടന തന്നെ മാറിപ്പോവും. സസ്യങ്ങൾക്ക് നന്നായി വളരാൻ പറ്റില്ല, ജന്തുജാലങ്ങൾക്ക്, സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റുള്ള ജന്തുജാലങ്ങൾക്കെല്ലാം തന്നെ ഒരു ഭീഷണി തന്നെയാണ്. മണ്ണിലുള്ള പലതരം കോമ്പൗണ്ട്സുമായിട്ട് പ്രവർത്തിച്ചിട്ട് മണ്ണിന്റെ ഘടനയെ തന്നെ എന്ത് ചെയ്യും? അത് മാറ്റും. ഇങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അമ്ലമഴ കാരണമാകുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ അമ്ലമഴയെ നമുക്ക് തടയാൻ പറ്റും? എങ്ങനെ തടയാൻ പറ്റും? ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, അല്ലെ? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? കൽക്കരി, അതുപോലെ പ്രകൃതിവാതകം അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് അറിയാമല്ലോ. ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നതിനെ കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പം ഈ ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും കൂടും അത് കത്തിക്കുന്ന സമയത്ത്. അതോടൊപ്പം തന്നെ ഈ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം നമ്മൾ ശുദ്ധീകരിക്കുന്ന സമയം അതിനെ ശുദ്ധീകരിച്ചിട്ടല്ലേ നമ്മൾ ഇന്ധനമാക്കുന്നത്. ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന സമയത്ത് അവിടെ സൾഫറിന്റെ കണ്ടന്റ്, സൾഫർ ഉണ്ട്, ആ സൾഫർ അതിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ബൈ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ ഈ സൾഫർ എന്ന് പറയുന്ന സാധനം വെറുതെ നമ്മൾ അന്തരീക്ഷത്തിലോട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടാകും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്കിടെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കണം. പിന്നെ ആ ഒരു ഫോസിൽ ഇന്ധനങ്ങൾ ശുദ്ധീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന സൾഫർ സംയുക്തങ്ങളെ പരമാവധി എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. ഈ മുൻകരുതലുകളിലൂടെ അമ്ലമഴ ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കാനും അമ്ലമഴ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറികടക്കാനും കഴിയും. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ അമ്ലമഴയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒരു നല്ല ഭാഗമാണ്, പ്രസ്താവനയായിട്ടും ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് അവിടെ പഠിക്കാം. അതായത് സാധാരണഗതിയിൽ മഴവെള്ളത്തിന്റെ pH എത്രയാണ്? മഴവെള്ളത്തിന്റെ pH വാല്യൂ എത്രയാണ്? മഴവെള്ളത്തിന്റെ pH, നമ്മൾ മഴവെള്ളം ശുദ്ധജലമാണെന്ന് നമുക്കറിയാം. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ മഴവെള്ളത്തിന്റെ pH ഒരിക്കലും 7 അല്ല. ഇപ്പൊ അമ്ലമഴയൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ മഴവെള്ളം എന്ന് പറയുന്നത്
നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വരുമ്പം ഒത്തിരി വസ്തുക്കളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഭൂമിയിൽ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മഴവെള്ളത്തിന്റെ പി എച്ച് 7 അല്ല, മഴവെള്ളത്തിന്റെ പി എച്ച് 5.6 ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മഴവെള്ളത്തിന്റെ പി എച്ച് എത്ര എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 5.6 ആണ് മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം. ഓക്കെ, ഇനി അമ്ലമഴ ഉണ്ടാവുന്ന സമയത്ത് ആ അമ്ലമഴയുടെ പി എച്ച് എത്ര വരും? അമ്ലമഴയുടെ പി എച്ച് ഇതിനേക്കാളും കൂടുവോ കുറയോ? അമ്ലമഴയുടെ പി എച്ച് എന്ത് ചെയ്യും? അമ്ലം എന്ന് പറയുമ്പോൾ തന്നെ ആസിഡിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ പി എച്ച് മൂല്യം കുറയണോ കൂടണോ? അമ്ലമഴ എന്ന് പറയുമ്പോൾ പി എച്ച് മൂല്യം വീണ്ടും കുറയണോ അല്ലേ? അപ്പൊ ഒരു 4 മുതൽ 5 വരെ ആയിരിക്കും അമ്ലമഴയുടെ പി എച്ച് എന്ന് പറഞ്ഞാൽ, അതായത് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. സാധാരണ മഴവെള്ളം വരുമ്പോൾ തന്നെ അതിനകത്ത് ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട്, തീർച്ചയായിട്ടും വളരെ മൈൽഡ് ആയിട്ടുണ്ട്. പക്ഷെ അമ്ലമഴ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രെങ്ത് നന്നായി കൂടുന്നു. 4 മുതൽ 5 വരെയൊക്കെ ആയിരിക്കും അമ്ലമഴയുടെ പി എച്ച് മൂല്യം വരുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. മഴവെള്ളത്തിന്റെ പി എച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്